ചാർട്ട്സ് നോക്കാം. 4 ചാർട്ടേ ഉള്ളൂ. ഇതൊരു നിഫ്റ്റി അപ്വേർഡ് ചാനലാണ്. ലാസ്റ്റ് ഒരു 7 to 8 months ആയിട്ട് മാർക്കറ്റ് ഒരു അപ്വേർഡ് ചാനലാണ് പോകുന്നത്. അപ്പോൾ ഈ അപ്വേർഡ് ചാനലിനകത്ത് ഇരിക്കുന്നവരെ ഒരു ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറയാം. മീഡിയം ടേം ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ്. ഇതാണ് അതിൻ്റെ ആ ചാനല്. ഇപ്പം ഇതിലൊരു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഇറങ്ങുമ്പോൾ എല്ലാം ഹയർ ലോസ് ആണ്. പറഞ്ഞാൽ പ്രീവിയസ് ലോ കട്ട് ചെയ്ത് താഴോട്ട് പോകുന്നില്ല. ഈ ലോ ഇന്ന് കുറച്ചുകൂടെ മുകളിലാണ് ക്ലോസ് ചെയ്ത്, അതിൻ്റെ മുകളിലാണ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും മാർക്കറ്റ് ഫോർവേഡിങ് പോകുന്നുണ്ടെങ്കിലും കറക്ഷൻസ് വരുന്നുണ്ടെങ്കിലും പ്രീവിയസ് ലോ കട്ട് ചെയ്യുന്നില്ല. എപ്പോഴും ഹയർ ലോസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ചാനൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ എൻ്റെ ഒരു ടാർഗറ്റ് പറയുമ്പോൾ 28,000 ആണ്. നല്ല രീതിയിൽ ചാനൽ ബ്രേക്ക് ചെയ്ത് 1-2 ദിവസമൊക്കെ എബോവ് ചാനൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 20,000 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 3 to 6 months പോകാമെന്നാണ്. ചാനൽ ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് ഈ 26,250 to 350 ആണ് ഒരു റെസിസ്റ്റൻസ് ലെവൽ ഉള്ളത്. കാരണം 2 പ്രാവശ്യം ഡബിൾ ടോപ്പ് ഫോം ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഹൈ അടിച്ചു, അത് കഴിഞ്ഞിട്ട് കുറേ മാർക്കറ്റ് ഇറങ്ങിയിട്ട് ഇപ്പം ഹൈ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഹൈ വരാം. അപ്പോൾ സപ്പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം 25,350യും 25,700 ആണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊരു ലോങ് ടൈം ചാർട്ടാണ്. ഇപ്പോൾ ലോങ് ടൈം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പം ഒരു ചാനൽസിലാണ് നല്ലൊരു കറക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു അപ്വേർഡ് ചാനലിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് ടൈം ട്രെൻഡും ബുള്ളിഷ് ആണ്. അപ്പം ചാർട്ട് വൈസ് മാർക്കറ്റ് ഒരു നല്ല ബുള്ളിഷ് സിഗ്നലാണ്. മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് റാലിയുടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ന്യൂ ഹൈ വരാമെന്നാണ്. താങ്ക് യു.